അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മുടെ റസാക്ക് ആമയുടെ നേരെ ഇങ്ങനെ കയർത്തുകൊണ്ടിരിക്കുകയാണ്. നിന്നെയും അവനെയും സുഖിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ലടി എന്നെല്ലാം പറഞ്ഞു. അപ്പോഴാണ് വാതിൽ തള്ളി തുറന്നുകൊണ്ട് വീണ്ടും സൈനു അകത്തേക്ക് വന്നത്. അവനറിയാം റസാക്കിൻ്റെ സ്വഭാവം. താന് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആമിയെ കണക്കിന് ശകാരിക്കുമെന്ന് അവൻക്കറിയാം. അതുകൊണ്ട് തന്നെ അവൻ പുറത്ത് തന്നെ പോവാതെ നിൽക്കുകയായിരുന്നു. എന്നാൽ റസാക്ക് വിചാരിച്ചു അവൻ പോയിട്ടുണ്ടാവുമെന്ന്. അവൻ റസാക്കിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, അതെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അവൾ എൻ്റെ പെണ്ണാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി അവളെ ഉപദ്രവിക്കരുത് എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ 10 ലക്ഷം രൂപ ചക്കച്ചുള പോലെ നിങ്ങളുടെ കയ്യിലേക്ക് എണ്ണിത്തന്നത്. ഇനിയും അവളെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ ഈ സൈനുവിൻ്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണും. പിന്നെ നിങ്ങൾക്ക് നിന്ന് തിരിയാൻ സമയമുണ്ടാവില്ല. പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ തന്നെ സമയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചു പെരുമാറിയില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും. അവൻ ആമിയോട് പറഞ്ഞു, ആമി, നീയും ഉമ്മയും അകത്തു പോ. നിന്റെ ഉപ്പാനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിന്റെ ഉപ്പ നിന്നെ ഇത്രയും കാലം ഒരു മോളായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ നീ എന്തിനാണ് ഇയാളെ ഭയക്കുന്നത്? നിന്റെ എന്തെങ്കിലും കാര്യം അയാൾ അന്വേഷിച്ചിട്ടുണ്ടോ? നിന്റെ ഉപ്പയാണെന്ന് അല്ലെങ്കിൽ നീ അയാളുടെ മകളാണെന്ന് അയാൾ കരുതിയിട്ടുണ്ടോ? പിന്നെ ഇപ്പോൾ മാത്രം അയാളുടെ കാര്യസാധ്യത്തിന് വേണ്ടി നിന്നെ ബലിയാടാക്കാൻ വേണ്ടി ഒരു സ്നേഹം പ്രകടിപ്പിച്ചു എന്നല്ലാതെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുമില്ല. ആദ്യം നല്ല രീതിയിൽ പറഞ്ഞു, നീ അനുസരിക്കില്ല എന്ന് കണ്ടപ്പോൾ നിന്നെ ഭീഷണിപ്പെടുത്തുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് നീ അയാളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ അകത്ത് പോ. ഇനി ഞാൻ പോയിട്ട് എന്തെങ്കിലും ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ നീ ആ നിമിഷം എന്നെ വിളിച്ചാൽ മതി. നിന്നെയും ഉമ്മാനെയും ഞാൻ കൊണ്ടുപോയിക്കോളാം എൻ്റെ വീട്ടിലേക്ക്. അവിടെ എൻ്റെ ഉമ്മാക്ക് ഒരു കൂട്ടാവുമല്ലോ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന് നിൽക്കാം. ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല സാർ പോയിക്കോളൂ. ഇനി ഉപ്പൊന്നും ഞങ്ങളെ പറയില്ല സാർ, ധൈര്യമായി പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് അവൾ റസാക്കിൻ്റെ മുഖത്തേക്ക് നോക്കി. അവനിങ്ങനെ കത്തുന്നൊരു നോട്ട അവളെ നോക്കി എന്നല്ലാതെ കൂടുതലൊന്നും പറഞ്ഞില്ല. അവസാന വാക്കെന്നോണം സൈൻ പറഞ്ഞു, കേട്ടല്ലോ, ഇനി നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ അങ്ങനെ സൈനു പറഞ്ഞു, അധികം സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. പിന്നെ അതും ഇതും കേസുമായി നടക്കേണ്ടി വരും. വെറുതെ അതിനൊന്നും നിൽക്കണ്ട എന്നെല്ലാം റസാക്കിനോട് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ അമീർ അങ്ങോട്ട് വന്നത്. അവൻ സൈനുവിനോട് പറഞ്ഞു, സാറ് ഇതിൽ അധികം ഇടപെടേണ്ട. ഇത് ഞങ്ങളുടെ വീട്ടുകാര്യം. സാർ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. സാറ് പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടതും സൈനു പറഞ്ഞു, അത് ശരി, ഓഫീസിൽ പൂച്ചക്കുട്ടി, വീട്ടിൽ പുലിക്കുട്ടിയാണല്ലോ. നിന്റെ യഥാർത്ഥ ക്യാരക്ടർ ഇതാണല്ലേ? ഓഫീസിൽ നീ എന്തൊരു വിനയം സാറേ എന്ന് വിളിച്ചുകൊണ്ട്. പിന്നെ ഞാനിടപെടാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം നിന്റെ ഇത്താനെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാണ്. അതുമാത്രമല്ല, നിന്റെ ഉപ്പാൻ്റെ കയ്യിൽ പണം ചക്കച്ചുള പോലെ എണ്ണിക്കൊടുത്തത് നീയും കണ്ടതല്ലേ. പിന്നെ ഞാൻ എങ്ങനെ ഇടപെടാതിരിക്കും? പിന്നെ മോനൊരു കാര്യം ഓർത്തോ, ഉപ്പാൻ്റെ കൂടെ കൂടി ഇത്താനെ കൂടുതൽ ദ്രോഹിക്കാൻ നിന്നാൽ പിന്നെ പഴയ പോലെ ജോലിയും കൂലിയും നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കേണ്ടി വരും കേട്ടോ. ആദ്യത്തെ എല്ലാം ഓർമ്മയില്ലേ? കൂട്ടുകാരെല്ലാം നന്നായി ജോലിക്ക് പോകുമ്പോൾ ഒരു ജോലിയുമില്ലാതെ ചൊറിയും കുത്തി വീട്ടിലിരുന്നത്. അതെല്ലാം കണ്ട് നിൻ്റെ ഇത്താൻ്റെ റെക്കമെൻഡേഷനിലാണ് നീ അവിടെ കയറിക്കൂടിയത്. അതിൻ്റെ നന്ദി പോലും നിനക്കില്ലല്ലോടാ എന്നെല്ലാം പറഞ്ഞ് സൈനു അവനോട് ഇങ്ങനെ കയർത്തു. ഇത് കേട്ടതും റസാക്കിന് വേവലാതിയായി. കാരണം അത്രയും വലിയൊരു കമ്പനിയിൽ മകൻ ജോലി ചെയ്യുന്നത് കൂട്ടുകാരുടെ മുന്നിലെല്ലാം ഷൈൻ ചെയ്ത് പറയുന്ന കാര്യമാണ് റസാക്ക്. അപ്പോൾ ആ ജോലി മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
വീണ്ടും പഴയ പോലെ നിന്റെ മകനൊരു ജോലിയുമില്ല, തേരാപാര നടക്കുകയാണ് എന്ന നാട്ടുകാരുടെ പരിഹാസം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് താനിപ്പോൾ ഇവൻ്റെ മുന്നിൽ നിന്ന് കൂടുതൽ സംസാരിക്കാതിരിക്കുകയായി ഇരിക്കും നല്ലത്. റസാക്ക് നമ്മുടെ അമീറിൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇനി വേണ്ട എന്ന അർത്ഥത്തിൽ. അമീറിന് കാര്യം മനസ്സിലായി ഉപ്പ എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. കാരണം സൈനിനോട് ഇനി കൂടുതൽ കയർത്ത് സംസാരിച്ചാൽ അവൻ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് വലിയ ഒരടിയാവും. എന്തു തന്നെ പറഞ്ഞാലും ആമയുടെ കയ്യും കാലും പിടിച്ച് പറഞ്ഞിട്ട് കിട്ടിയ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ആമയോട് എന്തെങ്കിലും പറഞ്ഞാലും സൈനുവിൻ്റെ മുന്നിൽ നിന്ന് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ തൻ്റെ ജോലി നഷ്ടമാകും. അതോടുകൂടി തൻ്റെ കൂട്ടുകാർക്ക് മുന്നിലുള്ള തൻ്റെ ഇമേജും അതുപോലെ തന്നെ ഉപ്പാൻ്റെ കൂട്ടുകാർക്ക് മുന്നിലുള്ള ഉപ്പാൻ്റെ ഇമേജും നഷ്ടപ്പെടും. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നല്ല രീതിയിൽ നിന്നിട്ട് താനും ഷഹാനിനും പ്ലാനിട്ട പോലെ തന്നെ അവളെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നാണ് അമീർ വിചാരിച്ചത്. അങ്ങനെ അവർക്ക് ഒരു വാണിംഗ് നൽകിക്കൊണ്ട് സൈനു അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലെത്തിയ അമീറിനോട് ഷഹാന ചോദിച്ചു. അവളാണെങ്കിൽ ആമി കല്യാണത്തിന് സമ്മതിക്കും എന്ന പ്രതീക്ഷയിൽ ആ വിവരങ്ങൾ അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. അമീർ ആവട്ടെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ വള്ളിപുള്ളി തെറ്റാതെ ഷഹാനയുടെ ചെവിയിൽ എത്തിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഷഹാനക്ക് നമ്മുടെ ആമിയും സൈനും തമ്മിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ആമിയുടെ കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് അവൾ പോയി കഴിഞ്ഞാൽ തൻ്റെ പകുതി തലവേദന മാറിക്കിട്ടും. പിന്നെ അവൾ മനസ്സിൽ വിചാരിച്ചു, പിന്നെ തനിക്ക് ആരുടെയും ആവശ്യമില്ല സൈനിൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ. അവൻ്റെ പെണ്ണായിത്തീരാൻ പിന്നെ തനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. മെല്ലെ അമീറിനെയും പിന്നെ ഒഴിവാക്കണം. കാരണം പിന്നെ അവൻ്റെ ആവശ്യമില്ലാത്ത അവൾ ആകെ അമീറിനെ കൂടിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും ആമിയെ അവിടെ നിന്ന് പുറത്താക്കാൻ അവൻ്റെ സഹായം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൾ നമ്മുടെ അമീറിനെ കൂട്ടുപിടിച്ചിട്ടുള്ളത്. ഷഹാന ആമിയെ അവിടെ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പതിയെ അവനെയും അവിടെ നിന്ന് പുറത്താക്കണം. ഇല്ലെങ്കിൽ പണി പാടും. കാരണം എന്തായാലും ആമയുടെ ആങ്ങളെയല്ലേ. ആ ഒരു കൂറ് അവന് ഇനി ഇപ്പോഴില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും അവളോട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തൻ്റെ നിലനിൽപ്പിന് ബാധിക്കും. അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന ചിന്തയായിരുന്നു. അതുകൊണ്ട് തന്നെ അമീറിനെ കാത്തു നിൽക്കുകയായിരുന്നു ഷഹാന. ആമിയും അമീറും വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആമിയെ കണ്ടതും അവൾ മുഖത്ത് ഒരു കൃത്രിമ ചിരി വരുത്തി. ആമി, എന്തുണ്ട് വിശേഷം, വരൂ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, നമുക്ക് ഉച്ചയ്ക്ക് ഫ്രീ ആകുമ്പോൾ സംസാരിക്കാം ഷഹാന. ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ, എനിക്ക് ചെന്നിട്ട് വേണം. ഇന്ന് എന്തെങ്കിലും പുതിയ മെയിലുകളെല്ലാം വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ. സാർ കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും. അപ്പോഴേക്കും മെയിലെല്ലാം ചെക്ക് ചെയ്ത് റെഡിയാക്കി വെക്കണം. എന്നാൽ സാറിൻ്റെ ജോലിഭാരം പകുതി കുറയും. അതിനല്ലേ എന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഷഹാന പറഞ്ഞു, എന്നാ അമ്മി നീ പോയിക്കോളൂ, ശരി ഉച്ചക്ക് കാണാം എന്നെല്ലാം പറഞ്ഞു. അവൾ മനസ്സിൽ വിചാരിച്ചു, അല്ലെങ്കിലും എനിക്ക് നിന്നോടല്ലടി സംസാരിക്കാനുള്ളത്, നിൻ്റെ അനിയനോടാണ്. അവനാണ് ഇപ്പോൾ നിൻ്റെ മുഖ്യ ശത്രു. എന്നാൽ അവൻ എൻ്റെ മിത്രമാണടി. നിന്നെ ഇവിടെ നിന്ന് കെട്ടിക്കാൻ നിൻ്റെ ആങ്ങളെയും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതാണടി ഷഹാന. ഞാനൊന്ന് വിചാരിച്ചാൽ അത് നടത്തിയിട്ടേ അടങ്ങുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ നിൻ്റെ അനിയനെ എനിക്ക് കൂട്ടിന് കിട്ടിയില്ലേ. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമതി. പിന്നെ പതിയെ നിൻ്റെ അനിയനെയും ഇവിടെ നിന്ന് ഞാൻ പുറംചാടിക്കും. അതിൻ്റെ ശേഷം പിന്നെ ഈ ഓഫീസിൻ്റെ രാജാവും ഞാനും നിൻ്റെ ഇപ്പോഴുള്ള സൈൻ മുതലാളിയുമാണടി. നീ കണ്ടോ എന്നെല്ലാം. നീ ആ കിളവനെയും കല്യാണം കഴിച്ച് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിൻ്റെ ശല്യം തീരണം. ബാക്കി എന്ത് ചെയ്യണമെന്ന് ഈ ഷഹാനക്ക് അറിയാം എന്നല്ല അവൾ മനസ്സിൽ വിചാരിച്ചു.
ആ കണക്ക് കൂട്ടലോടുകൂടിയാണ് അവൾ നമ്മുടെ ആമീറിനെ സമീപിച്ചത്. അവളുടെ ക്യാബിനിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആമീർ. മറ്റുള്ള രണ്ടുപേരും, അക്കൗണ്ട് സെക്ഷനിലെ മറ്റുള്ള രണ്ടുപേരും എത്തിയിട്ടില്ല. അത് നന്നായി. തനിക്ക് ആമീറിനോട് ഫ്രീ ആയി സംസാരിക്കാം, മറ്റാരും കേൾക്കില്ലല്ലോ. അല്ലെങ്കിൽ അവരെല്ലാം കേൾക്കും എന്ന് പേടിച്ച്, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുമെന്നെല്ലാം ഭയന്ന് സൂക്ഷിച്ച് വേണം അവനോട് സംസാരിക്കാം. ഇതിപ്പോൾ അവർ രണ്ടുപേരും എത്താത്തത് കൊണ്ട് തനിക്ക് ധൈര്യമായി സംസാരിക്കാം എന്ന് കരുതി ഷഹാന പതിയെ ആമീറിൻ്റെ അടുത്ത് ചെന്നു. ആമീർ ആവട്ടെ അവൻ്റെ സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് സിസ്റ്റമെല്ലാം ഓപ്പൺ ചെയ്ത് റീഫ്രഷ് ആക്കി എടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഷഹാന വരുന്നത്. അവളുടെ വരവ് കണ്ടപ്പോഴേ നമ്മുടെ ആമീറിന് മനസ്സിലായി അവൾ എന്താണ് കാര്യം എന്ന് അറിയാനുള്ള ആ തിടുക്കം കൊണ്ട് വരികയാണ്. അവളെ കണ്ടപാടെ തന്നെ തലയും താഴ്ത്തി ഇങ്ങനെ ഇരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഷഹാനക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അത്ര ശരിയല്ലല്ലോ ഇവൻ്റെ മുഖഭാവം കണ്ടിട്ട്. എന്ത് സംഭവിച്ചു ആവോ? കല്യാണം മുടങ്ങിയോ എന്നെല്ലാം അവൾ മനസ്സിൽ വിചാരിച്ചു. അവൾ ആമീറിനോട് ചോദിച്ചു, അമീർ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ചായ എല്ലാം കഴിച്ചോ? എന്തൊരു ഉഷാറ് കുറവ്, ചായ കുടിക്കാതെയാണോടാ പോകുന്നത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അമീർ പറഞ്ഞു, അതൊന്നുമല്ല, കാര്യമുണ്ട്, നീ ഇവിടെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, എന്താടാ, എന്ത് പറ്റി, എന്താ പ്രശ്നം? അവൾ സമ്മതിച്ചില്ലേ കല്യാണത്തിന് എന്ന് ചോദിച്ചു. അമീർ ആണെങ്കിൽ ആകെ ബേജാറായി. ഇനി ഷഹാനയോട് എന്ത് പറയും? കാരണം അവിടെ നിന്ന് ആമിയെ പുറത്താക്കാനും അതുപോലെ തന്നെ സൈനിൻ്റെ പെണ്ണാവാൻ ഷഹാനയെ സഹായിക്കാമെന്നും താൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെ ഇവളോട് ഈ കാര്യം പറയും? ഒരുപക്ഷെ ഈ വാക്ക് കേട്ടാൽ ചിലപ്പോൾ അവൾ ഇവിടെ ഇട്ട് തന്നെ തല്ലിക്കൊല്ലും. കാരണം സൈനുവും ആമിയും തമ്മിലുള്ള വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞാൽ ഷഹാനക്ക് ഒട്ടും സഹിക്കില്ല. നിയന്ത്രണം വിട്ട് അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന് അവൻക്കറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അത് കണ്ടതും ഷഹാന പറഞ്ഞു, ഡാ, നീ എന്തെങ്കിലും ഒന്ന് പറയതേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? നിൻ്റെ മുഖഭാവം കണ്ടിട്ട് അത്ര പന്തിയല്ല എന്ന് തോന്നുന്നു. അവൾ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നാണ് എനിക്ക് നിൻ്റെ ഭാവമാറ്റം കണ്ടിട്ട് തോന്നുന്നത്. ഇനിയും അവളെ സഹിക്കേണ്ടി വരുമോടാ? ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞാൽ ശല്യം, നമ്മുടെ പണി ആക്കം, നമ്മളുടെ ജോലിഭാരം കുറഞ്ഞു കിട്ടും. പിന്നെ അവളെ ഇവിടെ നിന്ന് പുറത്താക്കേണ്ടിയൊന്നും വരില്ല. കല്യാണം കഴിഞ്ഞാൽ അവൾ ഇവിടേക്ക് ജോലിക്ക് തന്നെ വരില്ല എന്ന്. ഇതിപ്പോൾ എൻ്റെ പ്രതീക്ഷ തെറ്റുമെന്ന് തോന്നുന്നല്ലോടാ, എന്താണ് എന്നെല്ലാം ചോദിച്ചു. അവളുടെ ഈ ഭാവമാറ്റം കണ്ട് അമീറിന് പേടിയായി. അമീർ ഷഹാനയോട് പറഞ്ഞു, ഷഹാന, ഞാൻ പറയുന്നത് കേട്ട് നീ വയലൻ്റ് ആവരുത്. പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യുകയും ചെയ്യരുത്. എല്ലാം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ എന്നെല്ലാം പറഞ്ഞു. അവൻ്റെ ഈ ഒരു മുഖവുരയോടുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ ഷഹാനക്ക് തോന്നി, അരുതാത്തതെന്തോ സംഭവിക്കാൻ പോവുകയാണ്. അശുഭകരമായ എന്തോ വാർത്തയാണ് താൻ കേൾക്കാൻ പോകുന്നത്. അവളുടെ ആകാംക്ഷ കൊണ്ട് അവളുടെ നെഞ്ചിങ്ങനെ പടപടാ ഇടിക്കുന്ന ശബ്ദം ആമീറിന് പോലും പുറത്തേക്ക് കേൾക്കാമായിരുന്നു. അവളുടെ ഈ ഭാവം കണ്ടപ്പോൾ തന്നെ ആമീർ പറയണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഷഹാന പറഞ്ഞു, നീ ഇങ്ങനെ ആളെ ബേജാറാക്കാതെ എന്താണെങ്കിലും തുറന്ന് പറയൂ എന്ന് പറഞ്ഞു. അമീർ പേടിച്ചിട്ടാണെങ്കിലും കാര്യം പറഞ്ഞു. എടി, നിനക്കിനി സെയിൻ സാറിനെ കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. അവളില്ലേ, അവളും അയാളും ചേർന്ന് നമ്മളെ ചതിക്കുകയായിരുന്നെടി. അയാൾ ഇന്നലെ ഉപ്പാൻ്റെ മുഖത്തേക്ക് കൊടുന്ന് 10 ലക്ഷം രൂപയാണ് വലിച്ചെറിഞ്ഞത്. ഉപ്പാൻ്റെ ബാധ്യതകളെല്ലാം തീർക്കുവാനും രണ്ടാമത്തെ ഇത്താൻ്റെ കല്യാണം കഴിക്കുവാനുള്ള സകല പണവും, അതുപോലെ തന്നെ അയാളുടെ ഉപ്പ കടം വാങ്ങിയിരുന്ന ഉപ്പാൻ്റെ കടം തീർക്കാനുള്ള എല്ലാ പൈസയും അയാൾക്ക് കൊടുക്കുകയും ചെയ്യുക. ഈ കല്യാണത്തിൽ നിന്ന് അയാളോട് പിന്മാറാൻ പറയാൻ വേണ്ടിയിട്ടും ആണ് ഇന്നലെ വീട്ടിൽ വന്നത്. അപ്പോൾ ഷഹാന ചോദിച്ചു, ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ? നിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ ഞാനാകെ പേടിച്ചു പോയി. അതെന്താ, ഇനി അവളുടെ കല്യാണം അത് നടക്കില്ല എന്നല്ലേ ഉള്ളൂ. എന്നാലും നമുക്ക് അവളെ ഇവിടെ നിന്ന് പുറത്താക്കണ്ട, നീ ബേജാറാവണ്ട. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കള്ളുകുടിയനെയോ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന കല്യാണത്തിനേക്കായും വൃത്തികെട്ട അല്ലെങ്കിലും അയാളൊക്കെ അവളെ കല്യാണം കഴിച്ചാൽ അവൾ വലിയ പണക്കാരത്തിയായി
സുഖിച്ച് ജീവിക്കും. അതെല്ലാം കാണുമ്പോൾ പിന്നെ എന്താടാ നീയെല്ലാം അവളെ കഷ്ടപ്പെടുത്തിയതിന് ഫലം? അതുകൊണ്ട് വല്ല കള്ളുകുടിയനെ കൊണ്ടോ വല്ല തെരുവിലൂടെ തെണ്ടി നടക്കുന്ന പിച്ചക്കാരനെ കൊണ്ടോ അവളെ കല്യാണം കഴിപ്പിക്കാം. ഇതാണോ പ്രശ്നം? ഞാൻ നിന്റെ പറച്ച് കേട്ടപ്പോൾ എന്താണെന്ന് വിചാരിച്ചു. ഇതിനെന്താ നീ ഞാൻ വയലൻ്റ് ആവരുത് എന്നെല്ലാം പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, നിൽക്ക് ഷഹാന, ഞാൻ മുഴുവൻ പറഞ്ഞില്ല. നീ തോക്കിൽ കയറി വെടിവെക്കല്ലേ, ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ എന്ന് അമീർ അവളോട് പറഞ്ഞു. അപ്പോൾ ഷഹാന ചോദിച്ചു, അത് ശരി, ഇനിയുമുണ്ടോ പറയാൻ ബാക്കി? എന്താണെങ്കിലും നീ ഒന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ആ കല്യാണം അവിടെ മുടങ്ങിയെന്നേ ഉള്ളൂ, പക്ഷേ അവളുടെ കല്യാണം ഉടനടി നടക്കും. അപ്പോൾ അവൾ ചോദിച്ചു, അത് ശരി, അപ്പോൾ നീ ഇത്ര പെട്ടെന്ന് അവിടെ മറ്റൊരു കല്യാണം ഉറപ്പിച്ചോ? എന്നിട്ട് ആരാടാ? ഏത് വല്ല പിച്ചക്കാരനുമാണോ അതോ കള്ളുകുടിയനുമാണോ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അമീർ പറഞ്ഞു, അല്ല, നീ അറിയുന്ന ആളാ എന്ന് പറഞ്ഞു. ഞാൻ അറിയുന്ന ആളോ? അതാരാ എന്ന് ചോദിച്ചു. മറ്റാരുമല്ല, ഈ ഓഫീസിൻ്റെ MD നമ്മുടെ സെയിൻ സാറാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഷഹാന നോ എന്നലറിക്കൊണ്ട് ഇരു ചെവികളും പൊത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലവെട്ടിച്ചു. അവളുടെ ആ ഭാവമാറ്റം കണ്ടപ്പോൾ നമ്മുടെ അമീറിന് ആകെ ഭയം തോന്നി. അതേസമയം തന്നെ ഷഹാനയുടെ ഭാവം പെട്ടെന്ന് മാറുകയും അമീറിൻ്റെ കഴുത്തിൽ അവൾ പിടിച്ചുകൊണ്ട് കോളറിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ശക്തമായി അവൾ അലറി, കൊന്നുകളയും എല്ലാത്തിനെയും ഞാൻ, അവനെയും കൊല്ലും, അവളെയും കൊല്ലും, എല്ലാവരെയും ഞാൻ കൊല്ലും എന്നെല്ലാം പറഞ്ഞു. ഇത് കണ്ട് നമ്മുടെ അമീർ ആകെ പിടിച്ചു. ഷഹാന, നീ ഒന്ന് അടങ്ങ്, നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചിട്ടൊന്നും കാര്യമില്ല, നമുക്ക് തീരുമാനമുണ്ടാക്കാം, നീ ഒന്ന് അടങ്ങി നിൽക്ക്, ആ കല്യാണം നടക്കാതെ നമുക്ക് നോക്കിയാൽ പോരെ, നീ ഒന്ന് അടങ്ങ്, ഇവിടെ നിന്ന് നീ ഇങ്ങനെ കാണിച്ചാൽ ഈ സാർ കണ്ടുവന്നാൽ നിൻ്റെ ഉള്ള ജോലിയും പോകും, പിന്നെ അവളെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ പഴുതുകളും നിനക്ക് അടയും, അതുകൊണ്ട് നീ ഒന്ന് കൂളാവ് എന്നെല്ലാം പറഞ്ഞു അവളെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശക്തമായി കിതച്ചുകൊണ്ട് ഷഹാന അവൻ്റെ കഴുത്തിലെ പിടിവിട്ട് അവിടെ കസേരയിൽ ഇരുന്നു. അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തുകൊണ്ട് അമീർ പറഞ്ഞു, നീ ഇത് കുടിക്ക്, എന്നിട്ട് നീ കൂളാവും, ആലോചിക്ക് അവളെ ഇവിടെ നിന്ന് എങ്ങനെ പുറത്താക്കണമെന്ന്. അതിനുവേണ്ടി എന്ത് സഹായവും ഞാനും ചെയ്യാൻ വേണ്ടി നിൻ്റെ കൂടെയുണ്ട്, അല്ലാതെ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ല, അത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയുള്ളൂ, അതുകൊണ്ട് നീ ഒന്ന് ഇപ്പോൾ തൽക്കാലം അടങ്ങി എന്ന് അവളെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചു. ഷഹാന ഒറ്റ വലിക്ക് തന്നെ ആ വെള്ളം കുടിച്ച് തീർത്ത് ആ ഗ്ലാസ് അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൾ പറഞ്ഞു, എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം, അധികം വൈകാതെ തന്നെ. ഇനി അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുന്നിലൂടെയുള്ള അവരുടെ പ്രേമ നാടകം കൂടി കാണാൻ എനിക്ക് വയ്യ. അല്ലെങ്കിൽ രണ്ടും ഒളിഞ്ഞും പതുങ്ങിയും അങ്ങനെ ഹൃദയങ്ങൾ കൈമാറുന്നുണ്ട്. ഇനിയിപ്പോൾ കല്യാണമെല്ലാം കഴിക്കാൻ തീരുമാനിച്ചാൽ രണ്ടിനും ലൈസൻസായി, അതുകൊണ്ട് എനിക്കത് കാണാൻ വയ്യ എന്നെല്ലാം പറഞ്ഞു അവൻ. അപ്പോൾ നമ്മുടെ അമീർ അവളോട് പറഞ്ഞു, വരട്ടെ, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടാക്കാം, നീ ഇപ്പോൾ തൽക്കാലം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ഷഹാനയെ ആശ്വസിപ്പിച്ചു.